ചെണ്ടുമല്ലിയാണ് ചെയ്തത്, മഞ്ഞയും ചുവപ്പും. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ 300 തൈയാണ് ചെയ്തത്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഓണത്തിന്. അതിലെനിക്ക് ഒരു 2500 രൂപ ലാഭം കിട്ടി. പിന്നെ വേറൊരു വെല്ലുവിളി ഞങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് ഒന്നും വിറ്റ് പോകാനുള്ള ഒരു സോഴ്സില്ല, നമുക്കതിനുള്ള ഒരു സപ്പോർട്ടില്ല. നമ്മൾ കടകളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും അവരൊന്നും അതിന് ഒരു വില കാണുന്നില്ല. നമ്മൾ ജൈവ പച്ചക്കറിക്കൊക്കെ മറ്റിടത്തൊക്കെ വിലയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്കതിന് വില കിട്ടാറില്ല. ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പാവർട്ടിയിലുള്ള ശ്രീനിവാസൻ ചേട്ടൻ്റെയും ഗീത ചേച്ചിയുടെയും കൃഷിയിടത്തിലാണ്. അവരുടെ വീടിന് ചുറ്റുമുള്ള 2 ഏക്കർ സ്ഥലത്ത് പല പല പരീക്ഷണങ്ങൾ മാറി മാറി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഇവർക്കൊരു സീസൺ അല്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇവർ ചെയ്തു വരുന്നു. ഒപ്പം തന്നെ പുതിയ കൃഷി പണികളിലേക്ക് കടക്കുന്നു അല്ലേ? പുതിയ പച്ചക്കറി കൃഷി വിപുലമാക്കാൻ. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു കൃഷി? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട്? ആദായം എത്രത്തോളം നൽകുന്നുണ്ട്? വളരെ എന്താ പറയുക, സന്തോഷം തരുന്നുണ്ട്. ആദായമില്ലെങ്കിലും അത് കാരണം ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ വളരെ ചെറിയ തോതിലാണ് ഇവിടെ ഉള്ളൂ. ഇനി ഇത് കൂടുതൽ വിപുലീകരിക്കാൻ എന്തൊക്കെയാണ് പ്ലാൻ? എന്തൊക്കെയാണ്? ഞങ്ങൾ കുറച്ച് ഏരിയയിൽ ഫ്രൂട്ട്സിന് മാത്രമായിട്ടുള്ള ചെടികൾ നട്ടിട്ടുണ്ട്, ഒരു വർഷമായി. അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പൂക്കൃഷി കുറച്ചുകൂടി വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. പൂക്കൃഷി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 1 ഏക്കറിൽ പൂക്കൃഷി ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഈ വർഷം മഴ വന്നിട്ട് കുറച്ച് നഷ്ടപ്പെട്ടു, തൈയൊക്കെ കുറച്ച് നശിച്ചു പോയി. എങ്കിലും തിരക്കേടില്ല. ഞങ്ങൾക്ക് പൂക്കൃഷി കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ തൈ നമ്മൾ കുറ്റിയടിച്ച് പിടിച്ചോളൂ. അതെ, ഇത് 3 വർഷമായി. 3 വർഷമായി അല്ലേ? മട്ട് കണ്ടിട്ട് അടുത്ത വർഷം കായ്ക്കാന്ന് തോന്നുന്നല്ലേ? ഇത് ഇവിടെ അപ്പുറത്തും കൂടി നമ്മൾ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 15 എണ്ണം വെച്ചു. ഇത് നമ്മള് ആയുർജാക്കിന്റെ മേടിച്ചാണ്. ആയുർജാക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കൂടി നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് 6-ാം മാസം തന്നെ കായ ഉണ്ടായി, ചക്ക ഉണ്ടായി അല്ലേ? പിന്നെ അവര് പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. പിന്നെ 1.5 വർഷം ആകുമ്പോഴേക്കും ചക്ക ഉണ്ടായി. നിങ്ങളുടെ വാഴ അത് നേന്ത്രവാഴ, റോബസ്റ്റ് ഉണ്ട്, പൂവനുണ്ട്, ഞാലിപ്പൂവനുണ്ട്. ഇതൊക്കെ ജൈവ പച്ചക്കറിയിൽ കാരണം വെച്ചാൽ വേറെ വളങ്ങളൊന്നും ഞങ്ങളിവിടെ ചെയ്യാറില്ല. നാളികേരത്തിന് ഇപ്പോൾ നല്ല വിലയുണ്ട്. പക്ഷേ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് ഈ പ്ലോട്ടിൽ ഒരു 5000 നാളികേരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 1500 നാളികേരൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. തെങ്ങ് കൃഷി കൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായ സമയത്ത് ഞങ്ങളും ഒരു കുടുംബം ജീവിച്ചിരുന്നത് ഇതിൻ്റെ ഇൻകം കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു വർഷത്തിൽ 1 ലക്ഷത്തിന് മേലെ ഇതിന് പറമ്പിൽ പണിക്ക് ചിലവ് വരുന്നുണ്ട്. അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട്.
പിന്നെ ഇപ്പോൾ കപ്പ ചെയ്തത് മുള്ളൻപന്നിയുടെ ശല്യം ഇപ്പോൾ ഒട്ടും ഉണ്ടാവണില്ല. 50 കിലോ വരെ കപ്പ ഞാൻ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒന്നും കിട്ടണില്ല. ഇവിടെയൊക്കെ നല്ലോണം കപ്പ ചെയ്തിരുന്ന ഫുള്ള് മുള്ളൻപന്നിയുടെ ശല്യം കൊണ്ട് അത് ഉപേക്ഷിച്ച മട്ടാണ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള പരിമിതമായ സ്ഥലം എങ്ങനെ ഫലപ്രദമായി വ്യത്യസ്തമായ കൃഷികൾ ചെയ്യാം എന്ന ഒരു പാഠമാണ് ശ്രീനിവാസൻ ചേട്ടന്റെ ഈ ഒരു കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും ഏറെ വിപുലീകരിക്കാനുണ്ട്. അത്തരം പരിശ്രമങ്ങളിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.